Hi students, so today we are moving on to the module number 2 of HR Management, HRM, that is the recruitment. റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രോസസ്സ് നിങ്ങളെപ്പോഴും ഒരു HR എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കേട്ടാൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ഈ രണ്ട് വാക്കുകളായിരിക്കും അല്ലേ. അപ്പം അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ. ഇതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കും ഓൾവേസ് ദിസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് ടു ബി ഡിസ്കസ് ഇൻ ദ മോഡ്യൂൾ നമ്പർ 2. ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടോപ്പിക്കാണ്. ഇതിൻ്റെ ഒരു ബേസിക് പോയിൻറ്റ്സ് മാത്രമേ നാം കവർ ചെയ്യുന്നുള്ളൂ ബിക്കോസ് ഇറ്റ് ഇസ് ലൈക്ക് എ റിവിഷൻ ടു you. So we can start the lecture, that is what is meant by recruitment. So ILO has defined the recruitment as the policies and procedures for seeking the qualified employees. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷൻ പ്ലേസ് ചെയ്യുന്ന വാട്ട് ആർ ദെയർ policies as well as the procedures. It is known as recruitment. So the ILO has defined recruitment as the policies and the procedures for seeking the qualified employees for an organization. So that is given in another definition, that is locating and encouraging the potential applicants to apply for existing or anticipated job openings. ഇപ്പോൾ നമ്മൾക്ക് ഒരു ജോലി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് നമുക്കറിയാം. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് എന്തെല്ലാം ജോലി കിട്ടുമെന്ന് അറിയാം. അപ്പോൾ സോ വി വിൽ ബി സെർച്ചിങ് ഓൺ ഫോർ സച്ച് ടൈപ്പ് ഓഫ് ജോബ്സ്. And on getting some kind of such an application or such a advertisement, we will apply for it. അതിന് ആപ്ലിക്കേഷൻ ഫീസ് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ മെയിലിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കാം ഓർ ത്രൂ വെബ്സൈറ്റ്സ് ആയിരിക്കാം. സോ വി ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ. സോ അതിന് വേണ്ടി കമ്പനി എന്താ ചെയ്യുക, അവർ അഡ്വർടൈസ്മെൻറ്റ്സ് ഇട്ടിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഇൻവിറ്റേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആൻ എംപ്ലോയ്മെൻറ്റ് ഇസ് നോൺ ആസ് റിക്രൂട്ട്മെൻറ്റ്. അതിനകത്ത് ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് വേണ്ടത്, അവരവിടെ സ്ക്രീനിങ് ചെയ്യുന്നില്ല. ജസ്റ്റ് ദേ ആർ ഇൻവൈറ്റിംഗ് the prospective candidates for their organization. So they are locating and encouraging the applicants to apply for the എക്സിസ്റ്റിംഗ് ജോബ് ഓർ ദ ആൻറ്റിസിപ്പേറ്റഡ് ജോബ് ഓപ്പണിങ്സ്. ചിലപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കാം നമ്മൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കമ്പനിയിലേക്ക് ഒരു മെയിൽ ഇട്ട് വയ്ക്കും, ഞാൻ ഈയൊക്കെ ക്വാളിഫൈഡ് പേഴ്സൺ ആണ്, സോ ഇഫ് ദർ ഇസ് എനി ജോബ് ഓപ്പണിങ്സ് ദർ യു ക്യാൻ കോൾ മീ, ഐ എം സോ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ യുവർ ഓർഗനൈസേഷൻ എന്ന രീതിയിലായിരിക്കും നമ്മൾ മെയിൽ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് എ മേജർ ഫങ്ഷൻ ഓഫ് HR ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ദാറ്റ് ഈസ് റിക്രൂട്ട്മെൻറ്റ്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഓൾവേസ്. So here some objectives of HR or the recruitment process is given. It helps organization to comply with the legal and social obligation. ഓരോ ഓർഗനൈസേഷനും കുറേ ലീഗൽ ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഇത്ര എംപ്ലോയീസ് വേണം, ഒരിടത്ത് കൂടുതൽ വർക്ക്, ഇത്രയും വർക്ക് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര എംപ്ലോയീസ് വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ആസ് ബീയിങ് ഓർഗനൈസേഷൻ ദേ ഹാവ് സം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഓർ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലേക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഇത്രയും ഇപ്പം ഒരു റിമോട്ട് ഏരിയയിൽ കൊണ്ടൊരു ബിൽഡിംഗ്, ഒരു ഓഫീസ് തുടങ്ങുകയാണെങ്കിൽ ഐ ഷുഡ് ബി ഒബ്ലിഗ് ടു ഷോ സം കൺസിഡറേഷൻ ടു ദ പീപ്പിൾ അറൗണ്ട് മൈ പ്രിമൈസ്. എൻ്റെ ഓർഗനൈസേഷൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ഒബ്ലിഗേഷനും ഞാൻ പൂർത്തിയാക്കേണ്ടതുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സെക്കൻഡ്, to attract the competitive people and to create a pool of qualified candidates. അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്. സോ ദേ ഗെറ്റ് അട്രാക്റ്റഡ് ഫോർ ദാറ്റ് ആൻഡ് ഓൾസോ ടു ക്രിയേറ്റ് എ പൂൾ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആൻഡ് ഓൾസോ ദ ഓർഗനൈസേഷൻ വോണ്ട് ടു ഗെറ്റ് എ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്. ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം വന്നിട്ടല്ല നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് മുമ്പൊരു 100 കണക്ക് ആപ്ലിക്കേഷനിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ 2 പേരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലേ. So it creates, always the recruitment process will create a pool of qualified candidates for the organization from which the organization can opt the best one out of which. Okay. Then it also helps in filling vacancy. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻ. എന്തിനാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ റിക്രൂട്ട്മെൻറ്റ് ഇസ് ദ ലൊക്കേറ്റിംഗ് ആസ് വെൽ ആസ് എൻകറേജിങ് ദ പൊട്ടൻഷ്യൽ applicants to apply for an existing as well as an anticipated job openings, and it is a crucial role of HR department. And here are some of the objectives of this HR department, the recruitment process.
സോ നെക്സ്റ്റ് വി വോണ്ട് ടു നോ വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ്. ഇങ്ങനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു റീച്ച് ഒബ്ജക്റ്റീവ് ആൻഡ് മീറ്റ് ദ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ്, ദാറ്റ് ഇസ് ഫ്യൂച്ചർ ചലഞ്ചസ്. ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം അല്ലേ, എല്ലാ ഓർഗനൈസേഷനും ഒബ്ജക്റ്റീവ്സും ഉണ്ട്. അതേപോലെ അവരുടെ കുറേ എയിം ഉണ്ടാവും, ഫ്യൂച്ചറിൽ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടാവും ഓരോ ഓർഗനൈസേഷൻസിന്. അതിനെല്ലാം നമുക്ക് ആര് വേണം, നമുക്ക് വർക്ക് ഫോഴ്സിനെ ആവശ്യമുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചാലഞ്ച് വന്നാലും അത് ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഓർഗനൈസേഷനെ ആ എംപ്ലോയീസ് ആയിരിക്കാൻ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യുന്ന ഓർഗനൈസേഷനെ, അതിനു വേണ്ടി ആ ഒരു ഹെൽപ്പിന് ദിസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് വിൽ ഹെൽപ്പ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. സെക്കൻഡ്, ടു സീക്ക് ദ കോമ്പറ്റേറ്റീവ് ക്ലാസ് ഓഫ് പീപ്പിൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും വി വോണ്ട് ടു ഡു ദിസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് ടു ഗെറ്റ് ദ റൈറ്റ് പീപ്പിൾ ടു ദ റൈറ്റ് ജോബ്. നമ്മളുടെ ജോബിനനുസരിച്ചുള്ള, നമ്മുടെ പ്ലേസിനനുസരിച്ചുള്ള നല്ല ആൾക്കാരെ, കറക്റ്റ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വി വോണ്ട് ദിസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ടേംസ് മാത്രം. സോ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ ഫ്യൂച്ചർ ചലഞ്ചസ്, ദെൻ കോമ്പറ്റേറ്റീവ് ക്ലാസ് ഓഫ് പീപ്പിൾ ആൻഡ് ഓൾസോ ദ റൈറ്റ് പീപ്പിൾ, റൈറ്റ് ജോബ്. ഈ 2-3 വേർഡ്സുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എക്സാംസിനൊക്കെ. അതേ ആവശ്യമുള്ളൂ. നിങ്ങൾ സെയിം ഇതേ സെൻറ്റൻസുകൾ എഴുതുകയോ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ സ്വന്തം വേർഡ്സിലായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി സോഴ്സസ്. ഇപ്പം ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാറ്? ദർ ആർ 2 സോഴ്സസ്. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേർണൽ സോഴ്സ് യൂസ് ചെയ്യാം. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഓർഗനൈസേഷനുള്ളിലുള്ളവരെ തന്നെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം ഫോർ ഹയർ പോസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാം. ഇഫ് ഹി ഈസ് ഹാവിങ് ദ എബിലിറ്റി ഓർ ഇഫ് ഹി ഈസ് കോമ്പിറ്റൻറ്റ് ടു ഹാവ് ദാറ്റ് പൊസിഷൻ, വി ക്യാൻ റിക്രൂട്ട് ഹിം. അപ്പോൾ അതൊരു ഇൻറ്റേർണൽ സോഴ്സാണ്. അതേപോലെ എക്സ്റ്റേർണൽ സോഴ്സും ഉണ്ട്. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ അല്ലാതെ പുറത്തുള്ളൊരു ബേസ്, ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തുനിന്നും നമുക്കൊരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ദീസ് ആർ ദ 2 മെത്തേഡ്സ് ഓർ 2 സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ദ ഇൻറ്റേർണൽ ആസ് വെൽ as എക്സ്റ്റേർണൽ. നമുക്കിനി ഇതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ദ ഇൻറ്റേർണൽ സോഴ്സ്, ഏറ്റവും ഇൻറ്റേർണൽ സോഴ്സിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വിത്തിൻ ദ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ എംപ്ലോയീസിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ സോഴ്സ്. സോ ഹിയർ വി വിൽ യൂസ് സം ഓഫ് ദ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെയാണ് ഹയർ പൊസിഷനിലേക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെ ഈ കാര്യം അറിയിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ അല്ലെങ്കിൽ മോഡ്സ് ആണ് ദ കമ്പനി നോട്ടീസ് ബോർഡ്. ഒന്നെങ്കിൽ നമ്മൾ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ, സോ ദർ ഇസ് ആൻ വേക്കൻസി ഫോർ ദി HR department or the HR post. So anybody who is interested in this, having this much years of experience in the organization can apply എന്ന രീതിയിലായിരിക്കാം നോട്ടീസ് ബോർഡിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻട്രാനെറ്റ്സ് യൂസ് ചെയ്തിട്ട്, ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷനാണ്, അവരുടെ എല്ലാ കമ്പ്യൂട്ടേഴ്സും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു മെയിൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താവും, ഫുള്ളി ആ ഒരു ഓർഗനൈസേഷനുള്ള എല്ലാവരുടെയും കമ്പ്യൂട്ടേഴ്സിൽ അവരുടെ മെയിൽസ് ആയിട്ട് റിസീവ് ചെയ്യും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ്, ദിസ് കണക്ഷൻ സർവീസാണ് ഇൻട്രാനെറ്റ്. അപ്പോൾ ഇൻട്രാനെറ്റ്സിലൂടെ നമുക്ക് വേക്കൻസിനെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു മെസ്സേജ് ചെല്ലും. സോ ദർ ഇസ് എ വേക്കൻസി ഫോർ ദ ഹയർ പോസ്റ്റ്, സോ എനിബഡി ഇൻട്രസ്റ്റഡ് ക്യാൻ അപ്ലൈ എന്ന രീതി. അപ്പോൾ ഇൻട്രാനെറ്റ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ന്യൂസ് ലെറ്റേഴ്സ് നമ്മുടെ ഓഫീസ് നോട്ടീസ് പോലെ തന്നെ ഓരോരുത്തർക്ക് കിട്ടുന്നതാണ് ന്യൂസ് ലെറ്റേഴ്സ് ആയിട്ട്. സോ ദേ ക്യാൻ സീ ദാറ്റ് ആൻഡ് സീ വാട്ട് ഇഫ് ദ ക്വാളിഫിക്കേഷൻ ദേ ഹാവ് മെൻഷൻഡ് ആർ കേപ്പബിൾ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടി ന്യൂസ് ലെറ്റേഴ്സ് ആകാം. പിന്നെ സ്റ്റാഫ് മീറ്റിങ്സിലൂടെയും പറയാം. ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടിയിട്ട് അതിനകത്തും സൂപ്പർവൈസേഴ്സിന് അവരുടെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് ഈ കാര്യം മെൻഷൻ ചെയ്ത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള 4 രീതികളിൽ നമുക്ക് ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മുടെ ഹയർ പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. by using the company notice board യൂസ് ചെയ്തിട്ട് നോട്ടീസ് ബോർഡിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ വേക്കൻസി പബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാനെറ്റ്സിലൂടെ ആൾക്കാരിലേക്കൊക്കെ എത്തിക്കാം. ദാറ്റ് ഇസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർ വി ക്യാൻ യൂസ് ദ ന്യൂസ് ലെറ്റേഴ്സ്, ഓർ വി ക്യാൻ ഓർഗനൈസ് സ്റ്റാഫ് മീറ്റിംഗ്സ് ത്രൂ വിച്ച് വി ക്യാൻ ഡിസ്കസ് ദ മാറ്റർ. ദെൻ
നമ്മൾ എങ്ങനെയാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ അവർക്ക് നമുക്ക് പ്രൊമോഷൻ കൊടുക്കുക. ഒരു അസിസ്റ്റൻറ്റ് മാനേജറിനെ ഒരു മാനേജർ ആക്കുന്നു, അതൊരു വേക്കൻസിയാണ്. മാനേജറിൻ്റെ വേക്കൻസി വരുമ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ വിൽ ബി പ്രൊമോട്ടഡ് ടു എ മാനേജർ. അതർവൈസ് വി വോണ്ട് ടു റിക്രൂട്ട് ഫ്രം ഔട്ട്സൈഡ്, അല്ലേ? പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നതിന് പകരം ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്നു, ത്രൂ പ്രൊമോഷൻ ഓർ ത്രൂ ട്രാൻസ്ഫേഴ്സ് വി ക്യാൻ ഡു. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ 2-3 ഓഫീസുകൾ പല പല സ്റ്റേറ്റ്സിലോ പല പല ഡിസ്ട്രിക്ട്സിലോ ഉണ്ടാവാം. അപ്പോൾ ഒരിടത്തെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഹീ ഈസ് ഹാവിങ് ആൻ എക്സ്പീരിയൻസ് ഓഫ് 5 years ആൻഡ് ദർ ഇസ് നോ വേക്കൻസി ഫോർ ദ മാനേജർ പോസ്റ്റ് അറ്റ് ദ കറൻറ്റ് ലൊക്കേഷൻ. അവിടെ ഇല്ല എന്ന് വെച്ചാൽ അവിടെ 10 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജർ ഇരിക്കുവാണ്. സോ ഹീ കാൺ ബി റീപ്ലേസ്. സോ വാട്ട് ഹാപ്പൻസ്, ഇയാൾ ഒരു 5 വർഷമായി, അപ്പോൾ ഇയാൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയി, സോ ഹി ക്യാൻ ബി മാനേജർ, അല്ലേ? അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ ഒരു മാനേജറിൻ്റെ പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് വരുന്നു സെയിം ഓർഗനൈസേഷനിൽ. സോ ഹി ക്യാൻ ബി പ്രൊമോട്ടഡ് ടു ദാറ്റ് ഓർഗനൈസേഷൻ. ട്രാൻസ്ഫറിലൂടെയാണ് ആ പ്രൊമോഷൻ വരുന്നത്, അല്ലേ? ഇവിടെ നിന്ന് അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള ആൾ അവിടെ പോയി മാനേജർ ആകാം ബൈ ട്രാൻസ്ഫർ. ദെൻ റീ എംപ്ലോയ്മെൻറ്റ് ഓഫ് എക്സ് എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനെ വിട്ടുപോയ ആൾക്കാരാണ്. അങ്ങനെയുള്ള വിട്ടുപോയ ആൾക്കാരെ നമുക്ക് പിന്നെ റിക്രൂട്ട് ചെയ്യാം ബൈ റീ എംപ്ലോയ്മെൻറ്റ്. അതും ഒരു source ആണ്. That is, these are the 3 internal source or the ways in which we can do this internal recruitment process like promotion, transfers and re-employment of the ex-employees. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കരിയറിന് തന്നെ ഒരു പ്രോഗ്രസ് ആണ്. അവിടെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെ കരിയർ പ്രോഗ്രസ്സിന് ഹെൽപ്പ് ചെയ്യും. അവർ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് തന്നെ റിട്ടയർ ആവുന്നവരെ നിൽക്കണോ? വേണ്ട. ദേ ക്യാൻ ബി ഗെറ്റ് പ്രൊമോട്ടഡ് ടു ഹയർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഗ്രസ് ഇൻ കരിയർ, ഒരു ഇൻഡിവിജ്വലിന് പ്രോഗ്രസ് ഇൻ കരിയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ കരിയർ ഗ്രോത്ത് കാണുകയാണെങ്കിൽ ദേ വോണ്ട് ലീവ് ദ ഓർഗനൈസേഷൻ. അവിടെ തന്നെ അവർക്ക് വളർച്ച കാണുന്നുണ്ട്. സോ ദേ വിൽ ബിലീവ് ദാറ്റ് ദേ വിൽ ബി പ്രൊമോട്ടഡ് ടു ഹയർ പൊസിഷൻ. സോ ദേ വിൽ റിറ്റെയിൻ ഇൻ ദ സെയിം ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനെ വിട്ടുപോകാതെ അല്ലെങ്കിൽ ടേൺ ഓവർ കുറയ്ക്കാൻ നമുക്ക് ഈ ഇൻറ്റേർണൽ പ്രൊമോഷൻസ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ്, റീറ്റെയിൻ ദ ബെസ്റ്റ് പീപ്പിൾ. അത് ഞാൻ പറഞ്ഞു. ബെസ്റ്റ് പീപ്പിൾ അപ്പോൾ എന്താവും, അതേ ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കും. അവർ ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിരുന്ന ആൾ മാനേജറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് കൂടുതൽ ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട. പക്ഷേ അയാൾ വേറൊരു ഓർഗനൈസേഷനിലേക്ക് പോകത്തില്ല. പുറത്തൊരു മാനേജറായിട്ടൊരു പോസ്റ്റ് വന്നാലും ആസ് ഹീ ഈസ് ഹാപ്പി വിത്ത് ദ സെയിം ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ആസ് ഹീ ഈസ് നോയിങ് എവറിത്തിങ് അബൌട്ട് ദ ഓർഗനൈസേഷൻ, ഹി വോണ്ട് ലീവ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള എല്ലാം അറിയാം, അവിടുത്തെ വർക്കിംഗ് അറിയാം, എല്ലാം അറിയുന്ന ഒരാൾ അവിടെ പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ ഹി വിൽ ഓൾവേസ് സ്റ്റേ ദെയർ. He won't go out of the organization if all the facilities are given. Unless the salary, there is a hike. Salary hike വളരെയധികം കൂടുതലായിട്ട് പുറത്തൊരു ഓർഗനൈസേഷനിൽ നിന്ന് വിളിച്ച് ചിലപ്പോൾ ആ ഒരു എംപ്ലോയി വിട്ടു പോകാം. പക്ഷേ അതല്ലാതെ ഇവിടെ തന്നെയാണെങ്കിൽ they will remain in the organization. Then only short induction training. That is the another thing. പുറത്തുനിന്ന് ഒരാൾ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് അയാൾക്ക് കൂടുതൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കേണ്ടി വരും. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. എന്താണ് ഈ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ വിഷൻ, മിഷൻ, ദ ഒബ്ജക്റ്റീവ്സ്, ഹൗ മെനി ഓഫീസസ് ആർ ദെയർ, ഹൗ മെനി ബ്രാഞ്ച് ഓഫീസസ് ആർ ദെയർ ആൻഡ് വാട്ട് ആർ ദി എംപ്ലോയി സ്ട്രെങ്ത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. പുതിയൊരു കാൻഡിഡേറ്റിന് ഒരു എംപ്ലോയിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുക. ആ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവുക തന്നെയില്ല. ബിക്കോസ് ഇഫ് ദ എംപ്ലോയി ഈസ് സ്റ്റേയിങ് ഇൻ ദ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ് ഓർ ഇഫ് ഇതിനെ പ്രീവിയസ് എംപ്ലോയി തന്നെയാണെങ്കിൽ ഹി നീഡ് നോട്ട് ഗെറ്റ് എനി കൈൻഡ് ഓഫ് ട്രെയിനിങ്. So that is another one. If required, only short induction training is required. Then faster and easier, കുറച്ചുകൂടി സുഖമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ദിസ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ്. പക്ഷേ ഇതിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സെയിം എംപ്ലോയീസ് തന്നെയാണ് പിന്നെയും വരുന്നത്. ഇപ്പോൾ ഒരു ഫ്രഷ് ബ്ലഡ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ന്യൂ ബ്ലഡ് വരുന്നില്ല. ന്യൂ ബ്ലഡ് എന്ന് വെച്ചാൽ നല്ല ചോരത്തിളപ്പുള്ള ആൾക്കാർ ഇല്ലെന്ന് പറയത്തില്ല, ആ ഒരു കൺസെപ്റ്റ് ആവും. യങ് ജനറേഷൻസിനൊന്നും ആ ഒരു ഓർഗനൈസേഷനിൽ വന്ന് അവരുടെ കേപ്പബിലിറ്റീസ് കാണിക്കാനൊരു അവസരം കിട്ടുന്നില്ല. ഉള്ളവരെ തന്നെയാണ് പിന്നെയും ഹയർ പൊസിഷനിലേക്ക് ആക്കുന്നത്. സോ ദർ ഇസ് നോ ഫ്രഷ് ബ്ലഡ് ടു ദ ഓർഗനൈസേഷൻ. സെക്കൻഡ്, ദ ക്രിയേറ്റ് വേക്കൻസി. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അസിസ്റ്റൻറ്റ് മാനേജറിനെ എടുത്തിട്ട് മാനേജർ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ അവിടെ വേക്കൻസി വരുക, അല്ലേ? അപ്പോൾ ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേറൊരു വേക്കൻസി ക്രിയേറ്റഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഈ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റിൽ കാണുന്നുണ്ട്. ദെൻ എംപ്ലോയീസ് തിങ്ക് ദാറ്റ് ഇഫ് ദേ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് പ്രൊമോട്ടഡ് ഈവൻ ഇഫ് ദേ ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ഇനഫ്. അത്ര കഴിവില്ലെങ്കിൽ ഞാൻ പിന്നെയും പ്രൊമോട്ടഡ് ആകും എന്നൊരു ചിന്ത എംപ്ലോയീസിനുള്ളിൽ ഉണ്ടാവും.
പക്ഷേ ഒരു ഓർഗനൈസേഷനുള്ളിൽ നിൽക്കുമ്പോൾ അവരിങ്ങനെ കാണുക അവരുടെ സീനിയേഴ്സ് എല്ലാവരും ഇങ്ങനെ പ്രൊമോട്ടായിട്ട് പോകണം. മെയിൻലി നമ്മൾ കാണുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ബോർഡിൽ അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെ വർക്ക് ചെയ്യുന്ന പബ്ലിക് കമ്പനീസിലൊക്കെ കാണുന്നതാണ്. കുറേ നാൾ ക്ലർക്കായിട്ട് നിന്ന ആൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓഫീസർ പിന്നെ മാനേജർ പോസ്റ്റിലേക്ക് മാറുന്നു. അപ്പം ഓർഗനൈസേഷനിൽ എങ്ങനെ നിന്നാലും എന്നെ ഹയർ പൊസിഷനിലേക്ക് ആക്കും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യും എന്നൊരു ചിന്ത നമ്മുടെ എംപ്ലോയീസിനുള്ളിൽ വരും. ആ ഒരു ചിന്തയും ഒരു പ്രശ്നമാണ്. അങ്ങനെ ചിന്ത വരുമ്പോൾ അവരത്ര കോമ്പിറ്റൻ്റ് അല്ല, അവർക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലെങ്കിലും റിക്രൂട്ടഡ് ആവും. സോ ദേ വോണ്ട് ടേക്ക് അപ്പ് ഓൾ ദ റിസ്ക്, അല്ലെങ്കിൽ അവർ വേണ്ടത്ര എഫേർട്ട് അതിൽ കൊടുക്കുന്നില്ല. ദേ വർക്ക് അൺഈസിലി. അവർ എന്തായാലും പ്രൊമോട്ടഡ് ആവും, പിന്നെന്താ കുഴപ്പം എന്ന രീതിയിൽ വർക്ക് ചെയ്യും. ദെൻ ഡിഫിക്കൽട്ടി ഇൻ മാനേജിങ് ദ ചേഞ്ചസ് ആൻഡ് ട്രെൻഡ്സ്. അതുപോലെ പുതിയ മാറ്റങ്ങളും അതുപോലെ പുതിയ ചിന്താഗതികളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ പഴയ ജനറേഷൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ടുവന്നു, അപ്പം മാനേജറിന് ചിലപ്പോൾ ആ നോളജ് അറിയണമെന്നില്ല. മാനേജർ പഴയ ആളാണ്, ബിക്കോസ് he has got promoted from the lower levels. അങ്ങനെ കിട്ടിയ ഒരാൾക്ക് ഒരിക്കലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഒരു ചേഞ്ചിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനായിട്ട് നമ്മൾ നമ്മുടെ HR ടേംസിൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയും. ഒരു മാറ്റത്തിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും, അത് വേണ്ട എന്ന രീതിയിൽ മാറ്റി നിർത്തും. പക്ഷെ ഒരു പുതിയൊരാളാണ് അല്ലെങ്കിൽ പുതിയൊരു എംപ്ലോയി നമ്മൾ പുറത്തുനിന്ന് ഒരാളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, ഓൾവേസ് he will be having an enthusiasm to take up the challenge or take up the change. പുതിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അതും ഒരു പ്രശ്നമാണ് ദിസ് ഇൻറ്റേർണൽ സോഴ്സിൻ്റെ. പിന്നെ എക്സ്റ്റേർണൽ സോഴ്സ്. ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്, മെത്തേഡാണ് നമ്മൾ പറഞ്ഞ ഇൻറ്റേർണൽ. ഇനിയുള്ളത് എക്സ്റ്റേർണൽ സോഴ്സസ് ആണ്. എക്സ്റ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് പുറത്തുനിന്നാണ് നമ്മൾ എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ സമയവും അതുപോലെ നമ്മുടെ മണി നഷ്ടമാവുന്നുണ്ടാവും. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പല മോഡ്സ് യൂസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ടൈം ആൻഡ് മണി കോസ്റ്റ് മോർ ആസ് കമ്പയർഡ് ടു ദ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ ഇസ് എംപ്ലോയ്മെൻറ്റ് ഓർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ കാണാറുണ്ട്, പല ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് എന്താ ചെയ്യുന്നത്, അവർ ആയിരിക്കും ഒരു കമ്പനിക്ക് വേണ്ടി ജോബ് പോസ്റ്റ് ചെയ്യുക. അവർ ജോബ് പോസ്റ്റ് ചെയ്യും, അത് നമ്മൾ കാൻഡിഡേറ്റ്സ് കണ്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയിലേക്കായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുക. സോ ദേ വിൽ ഡു ദ ഫസ്റ്റ് സ്ക്രീനിങ് പ്രോസസ് ആൻഡ് ടേക്ക് ടു ദ ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ കാണുന്ന ഇൻഡീഡ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അതുപോലെയുള്ളതെല്ലാം വേൾഡ് വൈഡുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അവരൊരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി, അവരാണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് നമുക്ക് തരിക ആസ് ആൻ ഓർഗനൈസേഷൻ നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഹണ്ടേഴ്സ് ഓർ റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസിന് യൂസ് ചെയ്യാം. കൺസൾട്ടൻസി ഏജൻസീസൊക്കെയുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാലും ഇതേപോലെ HR റിക്രൂട്ട് ചെയ്യും. പല ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള HR റിക്രൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ആരാണോ ഈ വേക്കൻസി കൊടുക്കുന്നത് ഒന്നുകിൽ അവരുടെ കയ്യിൽ നിന്നായിരിക്കും അവർ പേയ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഈ റിക്രൂട്ടഡ് ആവുന്നുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും പേയ്മെൻറ്റ് എടുക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടുമ്പോൾ ഒരു കൺസൾട്ടൻസി ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻസി വഴിയാണ് കിട്ടുന്നത്, ഒരു HR കൺസൾട്ടൻസി വഴിയാണ് ജോലി കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് അവർ പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് മന്ത് സാലറിയുടെ ഹാഫ് അല്ലെങ്കിൽ 1/3 ആണ് ഞങ്ങളുടെ പേയ്മെൻറ്റ് എന്ന രീതിയിൽ പറയും. ചിലപ്പോൾ ഒരു പേയ്മെൻറ്റും ഉണ്ടാവില്ല, ഫ്രീ ആയിരിക്കും. സോ ഇൻ ദാറ്റ് സെൻസ് വേർ ഡു ദേ ഗെറ്റ് ദ മണി? അവർക്ക് എന്തായാലും പൈസ വേണ്ടേ? അതിനു വേണ്ടി അവർ ചെയ്യുന്നത്, നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണോ റിക്രൂട്ട് ചെയ്തത് ആ കമ്പനിയുടെ കയ്യിൽ നിന്നായിരിക്കും അവർ പൈസ വാങ്ങുന്നത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് എക്സ്റ്റേർണൽ സോഴ്സ്. തേർഡ് ഇസ് ത്രൂ ദ അഡ്വർടൈസിങ്. ചിലപ്പോൾ കമ്പനി ഡയറക്റ്റ് ആയിട്ടായിരിക്കും അഡ്വർടൈസ് ചെയ്യുന്നത്. നമ്മുടെ കോളേജെല്ലാം ചെയ്യുന്നത് എന്താ, ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്. ദേ വിൽ പബ്ലിഷ് ഇറ്റ് ഇൻ ദ FB ഓർ ഇൻസ്റ്റ ആൻഡ് ത്രൂ ദി റെഫറൽസ്. കൂടുതൽ റെഫറൽസിലൂടെയും അതുപോലെ റെഫറൽസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസ് തന്നെ പുറത്തെ ആൾക്കാരെ കൊണ്ടുവരിക, അതിനെയാണ് റെഫറൽസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു FB പോസ്റ്റ് വഴിയോ ഇൻസ്റ്റാ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പോസ്റ്റ് ആഡ്സ് വഴിയൊക്കെ ആയിരിക്കും ദേ അഡ്വർടൈസ് അബൌട്ട് ദ വേക്കൻസീസ്. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്താ, നമ്മൾ കോളേജിലേക്കോ അല്ലെങ്കിൽ വന്നിട്ട് സ്കൂൾസിലേക്കോ വന്നിട്ട് ആ കമ്പനി അവരുടെ
ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറയാം, അവർക്ക് എങ്ങനെയുള്ള എംപ്ലോയീസിനെ വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് എല്ലാം നടത്തി നിങ്ങളെ ക്യാമ്പസിൽ നിന്ന് തന്നെ കൊണ്ടുപോകാം. അതും എക്സ്റ്റേണൽ സോഴ്സാണ് അല്ലേ, പുറത്തുനിന്നുള്ള നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ നിന്നല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജോബ് ഫെയർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ പല ഓർഗനൈസേഷൻ, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ഒറ്റൊരു കമ്പനി ആയിരിക്കും അറ്റ് എ ടൈം വരുന്നത്. പക്ഷെ ജോബ് ഫെയറിൽ ഒന്നിലധികം കമ്പനികൾ, ചിലപ്പോൾ 4-10 കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് കുറേ ആൾക്കാരെ ഒറ്റയടിക്ക് കുറേ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരും. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻസ് കൊടുത്ത് ദേ വിൽ ബി റിക്രൂട്ടഡ്. അപ്പോൾ അങ്ങനെ ജോബ് ഫെയർസിലൂടെ നമുക്ക് എക്സ്റ്റേണലായിട്ട് സോഴ്സായി കണ്ടുപിടിക്കാം. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ഗേറ്റ് ഹയറിങ്. ഗേറ്റ് ഹയറിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഗേറ്റിൽ നിന്നാണ്, ഗേറ്റ് ഒരു ഫാക്ടറിയുടെ ഗേറ്റിൽ നിന്നൊക്കെ. കൂടുതലും ഇത് ഹയർ ലെവൽസ് എംപ്ലോയീസിനല്ല, ഹയർ ലെവൽ എംപ്ലോയീസിനൊന്നും ഗേറ്റ് ഹയറിംഗ് പ്രോസസ്സ് നടക്കാറില്ല. ഇപ്പോൾ ഈ കോൺട്രാക്റ്റിനൊക്കെ എടുക്കുന്ന ആൾക്കാരില്ലേ, കുറച്ച് നാളത്തേക്കുള്ളവർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ലോ ലെവൽ വർക്കേഴ്സ്, ലേമൻ വർക്കേഴ്സിനൊക്കെയാണ് നമ്മൾ ഗേറ്റ് ഹയറിംഗ് ചെയ്യാറുള്ളത്. ഓൺ ദ ഗേറ്റ്, ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടാവും, ഇത്രയും അവേഴ്സ് വർക്ക് ചെയ്താൽ ഇത്ര രൂപയ്ക്ക് പേയ്മെൻറ്റ്, ഇത്രയും രൂപ വേജസിന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഗേറ്റിൽ അസംബിൾ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതും ഔട്ട്സൈഡാണ്, ലോ ലെവൽ ഓഫ് എംപ്ലോയീസിന് വേണ്ടി, വർക്കർ ലെവൽ ഓഫ് വർക്കേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് ദിസ് ഗേറ്റ് ഹയറിംഗ്. ഓക്കെ, സോ റിക്രൂട്ട്മെൻറ്റ് തന്നെ രണ്ട് സോഴ്സസ് ആ പറഞ്ഞ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ സോഴ്സസ്. നെക്സ്റ്റ് വൺ ഇസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് എക്സ്റ്റേണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞു, അതുപോലെ എക്സ്റ്റേണലിൽ എന്താണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതിയൊരു എംപ്ലോയീസാണ് വരുന്നത്, ദാറ്റ് ഇസ് ഫ്രഷ് ബ്ലഡ് കംസ് ഇൻ ടു ദ ഓർഗനൈസേഷൻ. ഫ്രഷ് ബ്ലഡ് ആയിരിക്കും വരുന്നത്, ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് നമുക്ക് പുറത്തുനിന്ന് കിട്ടും. അപ്പോൾ ഒരിക്കലും ഓർഗനൈസേഷനെ ഒട്ടും അറിയാത്ത ഒരു പുതിയൊരു തലമുറയെ നമുക്ക് എടുക്കാൻ പറ്റും. സെക്കൻഡ്, ദ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് അബ്രോഡ്. കൂടുതലും നമ്മൾ ക്വാളിറ്റീസ് എല്ലാം കൊടുത്തിട്ട് പുറത്തു നിന്നുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്, അവരെപ്പോഴും അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. അതർവൈസ് നമ്മൾ ഉള്ളിൽ തന്നെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവർ തന്നെ ചെയ്തിരുന്നവർ തന്നെയാണ് റിക്രൂട്ടഡ് ആവുന്നത്. സംടൈംസ് ദേ മേ നോട്ട് ഹാവ് ദ എക്സ്പെർട്ടൈസ് നോളജ് ഇൻ ദാറ്റ് ഫീൽഡ്. That is the second advantage of this external source. Third is unaffected by internal politics. ഈ ഇൻറ്റേർണലായിട്ട് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ നടക്കുക എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ ബയസ്ഡ് ആയിരിക്കും. നമ്മുടെ സീനിയേഴ്സിന് ചില ആൾക്കാരോട് വലിയ താല്പര്യമായിരിക്കും, ചിലവരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ അവർ ആ താല്പര്യം ഇല്ലാത്തവർ ഒരിക്കലും അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല. ഏറ്റവും അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പറയുന്നതെല്ലാം കേൾക്കുന്ന ആൾക്കാരെ മാത്രമേ അവർ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് ഇൻറ്റേർണൽ പൊളിറ്റിക്സ് അവിടെ റൺ ചെയ്യുന്നുണ്ട്. ഉള്ളിലൊരു ചെറിയൊരു രാഷ്ട്രീയം പോലെ നടന്നിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ ദർ ഇസ് നോ ഇൻറ്റേർണൽ പൊളിറ്റിക്സ്. ആ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും എംപ്ലോയീസിന് അറിയപ്പെടുന്നതല്ല, പുറത്തുനിന്നുള്ളവരാ ഫുള്ളി. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിന് എഫക്റ്റ് ഉണ്ടാവുകയില്ല ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ദെൻ റെഡ്യൂസ്ഡ് ട്രെയിനിങ് കോഴ്സ് ഇഫ് ദേ ആർ സ്കിൽഡ് ഇനഫ്. പ്രോപ്പർ സ്കിൽഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതില്ല, ട്രെയിനിങ്ങും കുറച്ച് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പുറത്തുനിന്നുള്ള എംപ്ലോയീസ് തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കൾച്ചറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. വേറൊരു ഓർഗനൈസേഷനും വർക്ക് ചെയ്തവരായിരിക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കൾച്ചർ എന്താണ്, ഇവിടെ എങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കാം. പക്ഷേ ഇൻറ്റേർണൽ ആണെങ്കിൽ എന്താ, അങ്ങനെ ഒരു പ്രശ്നമില്ല. ദേ നോ ഹൗ ദ ഓർഗനൈസേഷൻ വർക്ക്സ് ആൻഡ് വാട്ട് ഈസ് ദ വർക്ക് കൾച്ചർ പ്രിവെയിലിംഗ് ദ. പക്ഷേ ഇങ്ങനെ എക്സ്റ്റേണൽ ആകുമ്പോൾ വർക്ക് കൾച്ചറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സെക്കൻഡ്, ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം. ഇറ്റ് നീഡ് ടു ബി റിക്വയർഡ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്തായാലും ആവശ്യമായിരിക്കും അല്ലേ. ഇൻഡക്ഷൻ ട്രെയിനിങ് ഏറ്റവും തുടക്കമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് അല്ലാത്തൊരു ഫ്രഷറാണ് വരുന്നതെങ്കിൽ ഓൾവേസ് ഇൻറ്റേർണൽ ഓർ ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് വെരി എസെൻഷ്യൽ. സോ ദീസ് ആർ ദ ടു ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു ഫോർ ദി എക്സ്റ്റേണൽ. അപ്പം എക്സ്റ്റേണലും പറഞ്ഞു, ഇൻറ്റേർണലും പറഞ്ഞു, അതിൻ്റെ ഗുണങ്ങളും ദോഷവശങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്.
അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന കൺസെപ്റ്റ് നമ്മൾ നോക്കി. ഇനി എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്? ഫസ്റ്റ് വി വിൽ ഐഡൻറ്റിഫൈ ദ വേക്കൻസി. ഒരു ഓർഗനൈസേഷൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങുന്നത് വേക്കൻസികളായിരിക്കും ആദ്യം ഐഡൻറ്റിഫൈ. എവിടേക്ക് എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട്, ദാറ്റ് വി വോണ്ട് ടു ഐഡൻറ്റിഫൈ. ദാറ്റ് വിൽ ബി ഡൺ ബൈ ദ HR ഡിപ്പാർട്ട്മെൻറ്റ്. HR ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരിക്കും ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ കുറവുണ്ടോ, എവിടെയാണ് കുറവുള്ളത്, ഏത് വേക്കൻസിയാണ്. അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും കുറവുണ്ടോ, HR ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും കുറവുണ്ടോ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറവുണ്ടോ, വർക്കേഴ്സിൽ കുറവുണ്ടോ, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. What are the vacancies prevailing in the organization are identified as the first step in recruitment process. Second, we want to locate the sources of recruitment. ഇനി ഏത് രീതിയിലാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഉള്ളിൽ നിന്ന് തന്നെ ആയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ സോഴ്സ് യൂസ് ചെയ്യണോ എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്യണോ എന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇൻറ്റേർണൽ ആയിട്ടുള്ളവരെയാണോ വേണ്ട, എക്സ്റ്റേണൽ ആയിട്ട് പുതിയ ഫ്രഷ് ബ്ലഡിനെ വേണോ. ദാറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദി ഓർഗനൈസേഷന് താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ഏത് പോസ്റ്റാണോ അതിനനുസരിച്ചൊക്കെ ഇരിക്കും ഈ ഒരു സെലക്ഷൻ, ഏത് സോഴ്സ് വേണമെന്നുള്ള സെലക്ഷൻ. Third, we will identify who are the advertising vacancies. അഡ്വർടൈസ് ചെയ്യും. ഈ വേക്കൻസീസിനെ നമ്മൾ പരസ്യം ചെയ്യും. പരസ്യം ചെയ്താലേ നമുക്ക് എന്തായാലും ആപ്ലിക്കൻസ് വരത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയാസ് ആയിട്ടുള്ള FB, ഇൻസ്റ്റ, വാട്സാപ്പ് അതെല്ലാം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ് ചെയ്യാം, പോസ്റ്റ് അഡ്വർടൈസിങ് ചെയ്യാം, ഗേറ്റ് അഡ്വർടൈസിങ് ചെയ്യാം. ഗേറ്റ് ഹയറിങ് ആർക്കാണെങ്കിൽ ചെയ്യുന്നത് വർക്കർ ലെവൽസിന് അവർക്ക് ഗേറ്റ് ഹയറിങ് ചെയ്യാം. ലിങ്ക്ഡിൻ അതുപോലെ ഇൻഡീഡ് അങ്ങനെയുള്ള കൺസൾട്ടൻസി, ദാറ്റ് ഈസ് റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസീസിനെയും ഏജൻസിക്കും നമുക്ക് കൊടുക്കാം അഡ്വർടൈസിങ്ങിന് വേണ്ടി. അങ്ങനെ നമ്മൾ തേർഡ് സ്റ്റെപ്പ് അഡ്വർടൈസിങ് ദ വേക്കൻസീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഫോർത്ത്, വി ആർ റിസീവിങ് ദ ആപ്ലിക്കേഷൻ ഫോം, CV ആൻഡ് ദ ബയോഡേറ്റ. നാലാമത്തെ പ്രോസസ്സ് എന്തായിരിക്കും? അപ്പം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ എല്ലാവരും നമ്മളുടെ മെയിൽ ID അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻസ് തരും. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ റെസ്യൂമും അതുപോലെ CV ഒക്കെ ചോദിക്കുന്നുണ്ടാവും. സോ വി ആർ റിസീവിങ് ദ ആപ്ലിക്കേഷൻ അലോങ് വിത്ത് CV ആസ് വെൽ ആസ് ദ ബയോഡേറ്റ ഇൻ ദ ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് വി വിൽ ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അല്ലേ. നമുക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം കിട്ടി, നമുക്ക് CV ഒക്കെ കിട്ടി. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നോക്കും. നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ എവിടെ കൊടുത്തതിനുള്ളതാണ് ഈ ഒരു റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയതിന് ഏത് അഡ്വർടൈസ്മെൻറ്റ് പ്രോസസ്സാണ് നല്ലത്, പത്രത്തിൽ കൂടെ കൊടുത്തിട്ടാണോ അതോ നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്താണോ, ഏതോ എഫക്റ്റീവായിട്ട് വന്ന് നമ്മൾ ആ വേക്കൻസിക്ക് അനുസരിച്ചുള്ള ആൾക്കാർ തന്നെയാണോ നമുക്ക് ആപ്ലിക്കേഷൻ അയച്ചേ, അങ്ങനെയുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സും നമ്മൾ ചെയ്യും. സോ ദീസ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻ ദ recruitment process. That is, first we want to identify the vacancy. Second, we want to locate the sources of recruitment. Third, we want to advertise the agencies. Then we want to receive the application forms, CV and biodata. And last, we want to evaluate the effectiveness of the recruitment process. Okay, so with this, the recruitment process is complete now. Okay. Next one is the recruitment policy. ഇനി നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓർഗനൈസേഷൻ അതിന് കുറച്ച് പോളിസീസ് എല്ലാം ഫുൾഫിൽ ചെയ്യണം. അതിൻ്റെയാണ് എപ്പോഴും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഫെയർ ആയിരിക്കണം. എല്ലാവർക്കും ഒരു രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് പോളിസി തന്നെ നമ്മൾ കൊടുക്കണം. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. ഓർഗനൈസേഷൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൈസയൊക്കെ ചിലവാക്കേണ്ടി വരും. പക്ഷേ വളരെയധികം പൈസയൊന്നും ചിലവാക്കരുത്. ബിക്കോസ് ഫോർ ദ റണ്ണിങ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓൾസോ വി വോണ്ട് മണി അല്ലേ. നമുക്ക് ആ പൈസയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ജോബ് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ കുറേ കോസ്റ്റുകളൊന്നും ചിലവാക്കരുത്. വി വോണ്ട് ഫോർ അഡ്വർടൈസിങ് അവർ പ്രൊഡക്ട്സ്. നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് അഡ്വർടൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോസസ്സ്. പക്ഷേ ഇതൊരു ക്രിഷ്യൽ പോയിൻ്റ് ആണ്. അതുകൊണ്ട് ഒരു മിനിമം കുറച്ച് പൈസയൊക്കെ ചിലവാക്കണം. ബട്ട് ഇറ്റ് ഷുഡ് ബി എക്സീഡഡ്. സെക്കൻഡ്, ബെസ്റ്റ് പീപ്പിൾ ഔട്ട് ഓഫ് ദി പൂൾ ഓഫ് കാൻഡിഡേറ്റ് ഷുഡ് ബി സെലക്റ്റഡ്. നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു പൂള് കിട്ടും, കുറേ ആൾക്കാരെ കിട്ടും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പോളിസി. തേർഡ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ പറയും ഇൻറ്റേർണൽ സോഴ്സ് യൂസ് ചെയ്യാം, പിന്നെ എക്സ്റ്റേണൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നു, FBയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് അത് വേണ്ട ന്യൂസ് പേപ്പറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പാടില്ല. എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അത് ക്യാൻസൽ ആക്കാനൊന്നും പറ്റത്തില്ല. നമ്മളൊന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷ്യൂർ വി വോണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്.
അല്ലേ? അപ്പോൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യുക. ദെൻ നോൺ ഡിസ്ക്രിമിനേറ്ററി, ഡിസ്ക്രിമിനേഷൻ ഒരിക്കാൻ പാടില്ല. ഡിസ്ക്രിമിനേഷൻ ഇൻ ദ ടേംസ് നമ്മൾ പ്രായം വെച്ചിട്ടോ, പ്രായമൊക്കെ ചില കേസിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും, പക്ഷേ റേസ് ഒന്നും വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഈ കാസ്റ്റിൽപ്പെട്ടവർ, ഈ റിലീജിയനിൽപ്പെട്ടവർ, അങ്ങനെയൊന്നും ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഏജ് ചിലപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാറുണ്ട് ചില പോസ്റ്റുകൾക്കൊക്കെ. പിന്നെ നമുക്ക് ഒരു മെൻ വിമൻ എന്ന രീതിയിലൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഇപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. കോസ്റ്റ് ഗാർഡ് അങ്ങനെയുള്ള ചിലതിന് മാത്രമേ വിമനൊക്കെ എക്സ്ക്ലൂഡഡ് ആവുന്നുള്ളൂ. അതല്ലാതെ ഈ നോർമലായിട്ടുള്ള പോസ്റ്റുകളിലൊന്നും വിമൻ എക്സ്ക്ലൂഡഡ് അല്ല. പണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഈ കണ്ടക്ടേഴ്സില്ലേ, ബസ് KSRTC കണ്ടക്ടേഴ്സ് മെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുമ്പോൾ ആണുങ്ങൾക്ക് മാത്രമുള്ള വേക്കൻസീസ് ആയിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇവർ പരസ്യം കൊടുത്തപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചു. KSRTC പരസ്യം കൊടുത്തപ്പോൾ അതിനകത്ത് ഓൺലി മെൻ ക്യാൻ അപ്ലൈ എന്ന ടേം കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരിക്കലും വിമൻസ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല, പക്ഷേ ഒരു വിമൻ അപ്ലൈ ചെയ്തു. സോ ആദ്യം അപ്പോൾ അവർ റിക്രൂട്ട്മെൻറ്റ് എടുത്തില്ല, പക്ഷേ പുള്ളിക്കാർ കംപ്ലയിൻറ്റിന് പോയി. അവിടെ മെന്നെന്ന് മാത്രം ഒന്ന് മെൻഷൻഡ് അല്ലായിരുന്നു. സോ ഐ ഷുഡ് ഓൾസോ ഗെറ്റ് ദ റെസ്പോൺസ് ഓർ ഐ ഷുഡ് ഓൾസോ അറ്റൻഡ് ദ എക്സാംസ് എന്ന രീതിയിൽ ചോദിച്ചു. ആൻഡ് ഷി ഗോട്ട് ദ ഇൻ്റർവ്യൂ പ്രോസസ്, ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. പിന്നെ ഇൻ കൺഫോമിറ്റി വിത്ത് ദ റെഗുലേഷൻസ്, സ്റ്റാറ്റുറ്ററി കുറേ റെഗുലേഷൻസ് ഉണ്ട്. ജോലികൾ എങ്ങനെയായിരിക്കണം, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം. ഇപ്പം നമ്മൾ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ മിനിമം എത്ര ഏജ് ഉള്ളവരെ, അതുപോലെ എന്തൊക്കെ സ്റ്റാറ്റുറ്ററി കംപ്ലയിൻറ്റ്സ് വേണം. ചിലപ്പോൾ ഒരു ഡ്രൈവറായിട്ടൊക്കെ ഉള്ള ആളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഹീ ഷുഡ് ഹാവ് ദ കേപ്പബിലിറ്റീസ്, അല്ലേ? ഐസൈറ്റിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ എന്തൊക്കെ സ്റ്റാറ്റുറ്ററി ഒബ്ലിഗേഷൻസ് ആണോ ആ ഒരു ജോബ് പോസ്റ്റിനുള്ളത് അതെല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു പോലീസിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടാവും, അല്ലേ? ഫിസിക്കൽ ടെസ്റ്റൊക്കെ ശേഷമേ അവരെ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെല്ലാം മെൻഷൻഡ് ആയിരുന്നു. അതിനനുസരിച്ച് തന്നെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസി മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് പ്യുവർലി മെറിറ്റ് ബേസിലായിരിക്കണം മാക്സിമം നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുന്നത്. അല്ലാതെ നോർമൽ നമുക്കിഷ്ടമുള്ള പോലെയൊന്നും റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പാടില്ല. എക്സാംസ് നടത്തി അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മാർക്കുള്ളവരെയല്ലേ എടുക്കുക. പിന്നെ ചില കേസിൽ, ചില സ്പെഷ്യൽ റിസർവേഷൻ കേസിൽ, വിഡോസ്, അതുപോലെ അൺമാരീഡ് അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് റിസർവേഷൻസ് കൊടുക്കുക എന്നല്ലാതെ ബാക്കി എല്ലാവരുടെ എങ്ങനെയായിരിക്കണം, മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പോളിസീസും അഡോപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഏതെല്ലാം പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന്. വെൽ ഡിഫൈൻഡ് പോളിസീസ് ഉണ്ടായിരിക്കണം. നമ്മളിവിടെ പറഞ്ഞ പോളിസീസ് തന്നെ വെൽ ഡിഫൈൻഡ്, ഈ പറഞ്ഞിരുന്ന എല്ലാ പോളിസീസിൻ്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റുറ്ററി കംപ്ലയിൻസ്, നമുക്ക് കുറേ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ കൊണ്ടിരിക്കണം. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ, ഇപ്പോൾ ഒരു റെയിൽവേയുടെയൊക്കെ റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ അവരെങ്ങനെയാണ്, സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെൻ്റ് ആണ്, അല്ലേ? ഒറ്റൊരു എക്സാം ആയിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഇന്ത്യൻ റെയിൽവേസിൻ്റെ ആയിട്ട്. സോ ദാറ്റ് വിൽ ബി ഫെസിലിറ്റേറ്റ് ഓൺ എവറി സ്റ്റേറ്റ്, അല്ലെങ്കിൽ എല്ലാ, ഇപ്പോൾ സെൻട്രൽ സോൺ, നോർത്ത് സോൺ, ദെൻ വെസ്റ്റേൺ സോൺ, ഈസ്റ്റേൺ സോൺ, അങ്ങനെ പറഞ്ഞിട്ട് അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യും. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിലായിരിക്കണം എല്ലാ പ്രോസസ്സിങ്ങും നടത്താൻ, അല്ലെങ്കിൽ എല്ലാ റിക്രൂട്ട്മെൻറ്റും നടക്കാൻ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ്, എല്ലാവർക്കും ഒരേപോലെയുള്ള ഫെയർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം, ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. ദെൻ ഓപ്പൺ പബ്ലിക് പോളിസി, എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കണം, കുറച്ച് പേർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നും ആവരുത്. ഇപ്പോൾ ഓപ്പൺ പബ്ലിക് പോളിസി ആയിരിക്കണം. ചില കേസുകളിൽ മാത്രമേ ഏജ് എല്ലാം വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ വൈഡ് അനൗൺസ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. ചില ആൾക്കാർ മാത്രം അറിയുന്ന രീതിയിലാവരുത് കൊടുക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും അറിയുന്ന രീതി, എല്ലാവരിലേക്കും എത്തേണ്ട ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ എല്ലാവരും അറിയുന്ന രീതിയിലൊരു വൈഡ് അനൗൺസ്മെൻറ്റ് തന്നെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസിയും ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ഡോക്യുമെൻറ്റേഷൻ, അതേപോലെ ഡോക്യുമെൻറ്റേഷൻ ഈസ് ഓൾസോ വെരി എസെൻഷ്യൽ. ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ പത്രത്തിൽ കൊടുക്കുന്ന ഡേറ്റ്, എത്ര പേര് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ എത്ര പേര് അതിൽ ഇൻ്റർവ്യൂവിലേക്ക് സെലക്റ്റഡ് ആയി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്യുമെൻറ്റ് ഫോമിൽ സൂക്ഷിക്കേണ്ടതാണ്.
ഇന്ന് റിക്രൂട്ട്മെൻറ്റ് കൊടുത്തു, പരസ്യം കൊടുത്തു, അതിൻ്റെ കോസ്റ്റ് എത്ര വന്നു, അതിനനുസരിച്ച് എത്ര പേര് അപ്ലൈ, ഇതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റായിട്ടും സൂക്ഷിക്കണം. സോ ദീസ് ആർ ദ മേജർ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ എ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് വെൽ ഡിഫൈൻഡ് പോളിസീസ്, പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റുറ്ററി കോംപ്ലയൻസ്, പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പൺ പബ്ലിക് പോളിസി, പ്രിൻസിപ്പിൾ ഓഫ് വൈഡ് അനൗൺസ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡോക്യുമെൻറ്റേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ നോക്കുന്നത്. അതേപോലെ ഇന്നൊരു കൺസെപ്റ്റാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള സോഴ്സസ് പറഞ്ഞു, അതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എങ്ങനെയായിരിക്കണം റിക്രൂട്ട്മെൻറ്റ് പോളിസി, ഒരു നല്ല റിക്രൂട്ട്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ അതിനെന്തെല്ലാം ഫീച്ചേഴ്സ് വേണം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, പിന്നെ എന്തെല്ലാം പോളിസീസ് റിക്രൂട്ട്മെൻറ്റിൽ ഫോളോ ചെയ്യണം. ഇനി ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഒരു ഓർഗനൈസേഷൻ നടക്കുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻറ്റേർണലും അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസി, ഓരോ കമ്പനികൾക്ക് ഓരോ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് പോളിസീസ് ആയിരിക്കും. ആ റിക്രൂട്ട്മെൻറ്റ് പോളിസീസിനനുസരിച്ചായിരിക്കും നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻറ്റേർണൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ റിക്രൂട്ട്മെൻറ്റ്. സെക്കൻഡ്, ദ HRP. HRP എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയും. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഏത് രീതിയിലുള്ള ആൾക്കാരെ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ HRP എന്ന് പറയുന്നത്. അതിന് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഗ്രീവൻസ് സോൾവ് ചെയ്യണം, അതൊക്കെ എങ്ങനെയാണോ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ്റെ HRP പ്രാക്ടീസ് എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസീസും വരുന്നത്. പിന്നെ നമ്മുടെ സൈസ് ഓഫ് ദ ഫേം. നമ്മുടെ ഫേം ഒരു ചെറിയ ഫേം ആണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ആ രീതിയിലേ ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു ഫേമിന് എടുക്കാൻ പറ്റുന്ന കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഒരു ചെറിയ ഫേം ആകുമ്പോൾ അതിന് വളരെ കുറവ് എമൗണ്ടേ അല്ലെങ്കിൽ ബഡ്ജറ്റേ അഡ്വർടൈസ്മെൻറ്റിന് കൊടുക്കാൻ പറ്റൂ, ഫോർ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റിന് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റും റിക്രൂട്ട്മെൻറ്റും വരുന്നത്. ദെൻ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഭാവിയിൽ വളരാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ എടുക്കാം, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ ഒരു ചെറിയൊരു കമ്പനിയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും റിക്രൂട്ട്മെൻറ്റ് പോളിസീസ്. പിന്നെ ഇതേപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മളുടെ ഓർഗനൈസേഷന് കുറേ ആവശ്യങ്ങളുണ്ടാവാം, നമുക്ക് ഡിമാൻഡ് ഉണ്ടാവാം, പക്ഷെ പുറത്ത് അതിനനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടോ, സപ്ലൈ ഡിമാൻഡ് മാച്ച് ചെയ്യുന്ന രീതിയിലാവണം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസി. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫാക്ടർ. സെക്കൻഡ്, ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ നമ്മുടെ ലേബേഴ്സിന് ചാർജ് കൂടുതലാണ് അല്ലെങ്കിൽ അവരുടെ ലേബർ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ഒരു കൂടുതൽ കോസ്റ്റ് ചോദിക്കുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റിനെങ്കിൽ അതും നമ്മളെ എഫക്റ്റ് ചെയ്യും അല്ലേ. നമുക്ക് ചിലപ്പോൾ ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് നമ്മൾ നടത്തുന്നത്, അപ്പോൾ കുറേ ലേബേഴ്സിനെ വേണം. പക്ഷേ ലേബേഴ്സ് എല്ലാം നമ്മുടെ കേരളയിലെ ലേബേഴ്സ് എല്ലാം ഭയങ്കര കോസ്റ്റ് നമ്മളെ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വാട്ട് വി വിൽ ഡു, നമ്മൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യത്തില്ല എംപ്ലോയീസിനെ. വാട്ട് വി വിൽ ഡു, വി വിൽ ഗോ ടു അതർ സ്റ്റേറ്റ്സ്. നമ്മളിപ്പോൾ ഈ കോൺട്രാക്ട് വർക്കേഴ്സിൻ്റെ കൂടെ ഉള്ള എല്ലാ വർക്കേഴ്സും ആരാണ്, ബംഗാളികളാണ് നമ്മൾ പറയും. എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്, കേരളീയൻസിനെക്കാളും. ബിക്കോസ് ഇൻ കേരള ദ ലേബർ കോസ്റ്റ് ഇസ് വെരി ഹൈ. അപ്പോൾ ആ ലേബർ കോസ്റ്റ് ലേബർ മാർക്കറ്റിൽ അത്രയും അവർക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടും നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസി ഷിഫ്റ്റ് ചെയ്യാം. കേരളത്തിൽ നിന്ന് എന്തായി റിക്രൂട്ട്മെൻറ്റ് പ്ലേസ് തന്നെ ഷിഫ്റ്റഡായി. അപ്പോൾ അതും ഒരു എക്സ്റ്റേണൽ ഫാക്ടറും എഫക്റ്റ് ചെയ്യാം റിക്രൂട്ട്മെൻറ്റിനെ. പിന്നെ ഇമേജ് ആൻഡ് ഗുഡ് വിൽ. ഒരു കമ്പനിയുടെ ഇമേജ് അതുപോലെ കമ്പനിയുടെ ഗുഡ് വില്ലും ചിലപ്പോൾ അവരുടെ റിക്രൂട്ട്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. റിക്രൂട്ട്മെൻറ്റും അവർ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ക്ഷണിക്കുമ്പോൾ അവരുടെ ഗുഡ് വില്ലും കൂടെ കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ അപ്ലൈ ചെയ്യത്തുള്ളൂ ഫോർ ദ ജോബ്. ഓക്കെ, ദെൻ ദ പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും അല്ലെങ്കിൽ ലീഗലായിട്ടുമുള്ള എൻവയോൺമെൻറ്റ്, അവരുടെ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റും അവരുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദ കോമ്പറ്റീറ്റേഴ്സ് എഫക്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു വിപ്രോ, ഇൻഫോസിസ്, TCS അങ്ങനെയുള്ളതെല്ലാം എന്താ ഒരു MNCs ആണ്, ഇതെല്ലാം MNCs ആണ്. അപ്പോൾ ഒരു TCSലുള്ളൊരു എംപ്ലോയി TCSന്ന് വിപ്രോയിന്ന് ഒരു ആപ്ലിക്കേഷൻ വന്നാൽ അവരുടെ ഗുഡ് വില്ലും അതുപോലെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും ഒക്കെ നോക്കിയിട്ട് ഒരു കാൻഡിഡേറ്റ് ഇതിലേത് ഓപ്റ്റ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സും നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസീനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോളിസി എഫക്റ്റഡ് ആവുന്നുള്ള രണ്ട് കാര്യങ്ങൾ സോഴ്സസ് പോലെ തന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആണ്. ഇൻ ദ ഇൻറ്റേർണൽ വി വോണ്ട് ടു നോ വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് പോളിസി, ഹൗ റിക്രൂട്ട്മെൻറ്റ് പോളിസി വിൽ എഫക്ട് ദ റിക്രൂട്ട്മെൻറ്റ്, ദെൻ ദ HRP പ്രാക്ടീസ്, ദ സൈസ് ഓഫ് ദ ഫേം, ദ കോസ്റ്റ് ഓഫ് recruitment and the growth and expansion facilities. And as the external factors which affect the
recruitment, it is supply and demand, labor market, goodwill, the image of the company, the political, legal, and social environment, and also the competitors of the company. These all affect the recruitment process of a company. Okay, so today we have discussed almost 40 minutes. So with this, we can end today's class. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു തുടക്കമാണ്. നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിൽ വാട്ട് ഈസ് ILO പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, ILOയുടെ ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, then why recruitment is important for an organization, then what are the sources of recruitment, internal as well as external. Internal involves the promotion, transfer, re-employment of the employees, അതിൻ്റെ advantages, disadvantages. Then the external sources like employment agency, employment consultancies, advertising agencies, campus recruitment, job fair, and gate hiring. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. Then its advantages and disadvantages, the external സോഴ്സസിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ദെൻ വാട്ട് ഇസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കംപ്ലീറ്റഡ് ആവുന്നത്, റിക്രൂട്ട്മെൻറ്റിൻ്റെ പോളിസി എന്താണ്, റിക്രൂട്ട്മെൻറ്റ് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്താണ്, ദെൻ what are the factors affecting recruitment. Okay, so I hope that everybody has understood this matter. ഇന്ന് നിങ്ങൾ നോട്ട് എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ what is I will take. Okay, what are the internal and external sources of recruitment? So in which you want to write what are the medias we use in internal, and what are the advantages as well as disadvantages, and what are the external sources. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതുക. So this is the assignment for the day. So you can send it to the mail ID that I have mentioned in the class. So you can share it, and only then I can mark your assignments. Okay, so with this we can complete, or we can end today's class. We can meet in the next lecture. Thank you.